Question: if f of x comma y is equal to 2, 0 less than x less than y less than 1, find the correlation coefficient, conditional means and conditional variances, and also find expectation of x square given x square y cube and expectation of x plus y. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ PDF ഒന്ന് നോക്കാം. ജോയിൻ PDF തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു 2. റേഞ്ച് നോക്കൂ, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ വൈ. അപ്പോൾ ഇങ്ങനത്തെ റേഞ്ച് വന്നാൽ എക്സിൻ്റെ കംപ്ലീറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 മുതൽ 1 വരെയാണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ്. വൈൻ്റെ കംപ്ലീറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 ആണ്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? എക്സ് ഇസ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് അല്ലേ? അപ്പം നമ്മളിപ്പം എക്സിൻ്റെ പാർഷ്യൽ റേഞ്ച് എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ എക്സിൻ്റെ പാർഷ്യൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ടു വൈയും വൈൻ്റെ പാർഷ്യൽ റേഞ്ച് എടുക്കുമ്പോൾ എക്സ് ടു 1 എന്നുള്ള റേഞ്ചും കൂടിയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ആദ്യം മാർജിനൽ PDF കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ f1 ഓഫ് എക്സ് മാർജിനൽ PDF ഓഫ് എക്സ് f1 ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് f1 ഓഫ് എക്സ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി വൈ. ജോയിൻറ്റ് PDF-നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് f1 ഓഫ് എക്സ് കിട്ടുക. ദിറ്റ് ഈസ് ദ മാർജിനൽ PDF ഓഫ് എക്സ്. എക്സിൻ്റെ മാർജിനൽ PDF നമുക്ക് എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ വൈൻ്റെ റേഞ്ച് കാണുകയാണ് വേണ്ട അല്ലേ? അപ്പോൾ നമുക്ക് f1 ഓഫ് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ എക്സിന് ഇവിടെ എന്തെങ്കിലും നമ്പർ തന്നിട്ടുണ്ടോ അല്ലേ? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഏതെങ്കിലും, ഇപ്പോൾ f1 ഓഫ് 0.2 f1 ഓഫ് 0.42 അങ്ങനെ ഏതെങ്കിലും നമ്പർ തന്നിട്ടുണ്ടോ? അപ്പോൾ വൈൻ്റെ റേഞ്ച് എന്താണ് വരിക? ഇവിടെയൊക്കെ നമ്മൾ പാർഷ്യൽ റേഞ്ച് എടുക്കുക. എക്സ് ടു 1 വൈൻ്റെ റേഞ്ച് ഏതെടുക്കേണ്ടത്? ഇൻ്റഗ്രൽ എക്സ് ടു 1 എഫ് ഓഫ് എക്സ് കോമ വൈ വിച്ച് ഇസ് 2 അല്ലേ ഡി വൈ. ഇതാണ് വരുന്നത്. അപ്പം നമ്മൾ 2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 2y എന്ന് വരും. ബിറ്റ്വീൻ ലിമിറ്റ്സ്, വൈയുടെ ലിമിറ്റ്സ് ആണ് എക്സ് ടു 1. അപ്പോൾ വൈക്ക് ഞാൻ അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുക്കുകയാണ്, മൈനസ് ലോവർ ലിമിറ്റായിട്ടുള്ള 2 കൊടുക്കുന്നു അല്ലേ? അപ്പം f1 ഓഫ് എക്സ് നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? 2 × 1 - x. അപ്പോൾ എക്സിൻ്റെ PDF ആണ്. എക്സിൻ്റെ റേഞ്ച് കൊടുക്കുക, കംപ്ലീറ്റ് റേഞ്ച് അവിടെ കൊടുക്കണം. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഇങ്ങനെയാണ് f1 ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതേമാതിരി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മാർജിനൽ PDF ഓഫ് വൈ ആണ്. വൈൻ്റെ മാർജിനൽ PDF f2 ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ്. അതായത് ജോയിൻറ്റ് PDF-നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഇപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ f2 ഓഫ് വൈ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വൈൻ്റെ എന്തെങ്കിലും വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? അതിനനുസരിച്ചിട്ടാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ് എടുക്കേണ്ടത്? അതിൻ്റെ പാർഷ്യൽ റേഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ 0 ടു വൈ എന്നുള്ള റേഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ദറ്റ് ഈസ് 2 dx അല്ലേ? അപ്പം നേരത്തെ പറഞ്ഞ മാതിരി 2 is a constant. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x എന്ന് വരുന്നു. ആൻഡ് ബിറ്റ്വീൻ ലിമിറ്റ്സ്, എക്സിൻ്റെ ലിമിറ്റ്സ് ഏതൊക്കെയാണ്? 0 ടു വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × എക്സിന് അപ്പർ ലിമിറ്റായിട്ടുള്ള വൈ കൊടുക്കുമ്പം വൈ, മറ്റേത് കൊടുക്കുമ്പോൾ 0 വന്നു അല്ലേ? അപ്പം എന്താണ് f2 ഓഫ് വൈ കിട്ടുന്നത്? 2y 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. റേഞ്ച് ഇവിടെ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് റേഞ്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് f1 ഓഫ് എക്സും f2 ഓഫ് വൈയും കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് കാണേണ്ടത് റോ കാണാൻ വേണ്ടിയിട്ട്, കോറിലേഷൻ കോഎഫിഷ്യന്റ് റോ കാണാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ സാധാരണ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എങ്ങനെ കണ്ടുപിടിക്കുക? ദിസ് ഈസ് എ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ അല്ലേ? അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു ഇവിടെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ അതാണ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ. 2 റാൻഡം വേരിയബിൾസ് വന്നു എന്ന് കണ്ടാൽ ഉടനെ നമ്മൾ കൊടുക്കേണ്ടതാണ് അവരുടെ ജോയിൻറ്റ് PMF ആണ്. dx dy ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റേഞ്ച് എടുക്കണം അല്ലേ? എക്സിൻ്റെ റേഞ്ച് വൈൻ്റെ റേഞ്ച്. അപ്പോൾ ഇവിടെ 2 ഇൻ്റഗ്രൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 2 ഇൻ്റഗ്രൽ വരുമ്പോൾ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് വൈയെ നമ്മൾ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിനെ നമ്മൾ പാർഷ്യൽ ആയിട്ടുള്ള റേഞ്ചും പുറത്ത് നമ്മൾ അതിന് ശേഷം ലാസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതിന് നമ്മൾ കംപ്ലീറ്റ് റേഞ്ചുമാണ് കൊടുക്കാൻ പോകുന്നത്.
അപ്പം ദിസ് ഇസ് ഈക്വൽ ടു എക്സിന് കംപ്ലീറ്റ് റേഞ്ച് 0 to 1. വൈന് എന്ത് ചെയ്യണം? ആ പാർഷ്യൽ റേഞ്ച്. അപ്പോൾ വൈൻ്റെ പാർഷ്യൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ് ടു 1. അപ്പം എക്സ് ടു ഇൻ്റഗ്രൽ എക്സ് ടു 1 എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഇസ് 2 ഡി എക്സ് ഡി വൈ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡബിൾ ഇൻ്റഗ്രേഷൻ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ, ഇവിടെ അതിനനുസരിച്ചിട്ട് റേഞ്ച് കൊടുത്തിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യും, റേഞ്ച് കൊടുക്കും, അതിന് ശേഷം വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 ഇസ് എ കോൺസ്റ്റൻറ്റ്, ഞാൻ 2നെ പുറത്തേക്ക് വയ്ക്കുന്നു. ഇൻ്റഗ്രൽ 0 to 1 ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ എക്സ് ടു 1 എക്സ് വൈ ഡി വൈ വിത്ത് റെസ്പെക്ട് ടു വൈ എക്സ് വൈ. മനസ്സിലായി? എക്സും ശരിക്കും നമുക്ക് വേണമെച്ചാൽ ഇവിടെ പുറത്ത് വയ്ക്കാം, എന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ എക്സ് വൈ ഡി വൈ അല്ലേ, ഡി എക്സിന് ഞാൻ പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഞാൻ വൈൻ്റെ ടേമുകളെല്ലാം കൂടി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റി, ബാക്കി പുറത്ത് വന്നത് ഡി എക്സ് ആണ് അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1. ഇവിടെ എക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈൻ്റെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? വൈ സ്ക്വയർ ബൈ 2 എന്ന് വരുന്നു. ആൻഡ് ബിറ്റ്വീൻ ലിമിറ്റ്സ് അല്ലേ, ഇതിൻ്റെ ലിമിറ്റ്സ് എക്സ് ടു 1 ആണ്. അതായത് ഈ ലിമിറ്റുകൾ കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്, വൈക്കാണ് നമ്മൾ ലിമിറ്റ്സ് കൊടുക്കേണ്ടത്. ഡി എക്സ് അല്ലേ, അത് ഇതിന് ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ ഈ 2ഉം ക്യാൻസലായിപ്പോയി അല്ലേ. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എക്സ് അവിടെ നിൽക്കട്ടെ, എക്സ് ഒരു കോൺസ്റ്റൻറ്റ് പോലെയാണ്. ഇപ്പോൾ ഇവിടെ വൈ സ്ക്വയറേ ഉള്ളൂ, ഈ 2ഉം ക്യാൻസൽ ആയതുകൊണ്ട് ഇവിടെ വൈ സ്ക്വയറേ ഉള്ളൂ. അപ്പോൾ ഈ വൈ സ്ക്വയറിന് അപ്പർ ലിമിറ്റായിട്ടുള്ള 1 ഞാൻ കൊടുക്കുന്നു. അപ്പോൾ 1 സ്ക്വയർ മീൻസ് 1. അപ്പം അതിന് ലോവർ ലിമിറ്റായിട്ടുള്ള എക്സ് കൊടുക്കുന്നു. അപ്പോൾ വൈന് എക്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ ആയിരുന്നു, അവിടെ എക്സ് സ്ക്വയർ വരും, ഡി എക്സ്. ഇതാണ് വരാൻ പോകുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. ഇനിയിപ്പം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് മാറ്റാൻ പോവാണ്. എക്സ് മൈനസ് എക്സ് ക്യൂബ് എന്ന് കൊടുക്കാൻ പോകും അല്ലേ. എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരാൻ പോകുന്നത്? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരാൻ പോകുന്നത്? എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ദിസ് ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1 കൊടുക്കുമ്പം എക്സ് സ്ക്വയർ ബൈ 2 ദറ്റ് ഇസ് 1/2 മൈനസ് 1 റേസ് ടു 4/4 ആണ് വരുന്നത്, ദറ്റ് ഇസ് 1/4. 1/2 മൈനസ് 1/4 ദറ്റ് ഇസ് ഈക്വൽ ടു 1/4. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1/4 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാറോ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കും. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പം നമ്മൾ എക്സിനായാലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ വൈ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, വെറും എക്സ്പെക്റ്റേഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു f1 ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ റേഞ്ച് എന്താണ്? എക്സിൻ്റെ റേഞ്ച് 0 to 1, കാരണം ഇവിടെ വൈ ഇല്ലല്ലോ. അപ്പോൾ 0 to 1 എക്സ് ഇൻറ്റു വാട്ട് ഈസ് f1 ഓഫ് എക്സ്? 2 ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 2നെ പുറത്തേക്ക് വയ്ക്കാം. ഇൻ്റഗ്രൽ 0 to 1, ഇവിടെ ബ്രാക്കറ്റ് മാറ്റാം. എക്സ് ഇൻറ്റു 1 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരുന്നു. ആൻഡ് എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരുന്നു. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ്സ് കൊടുക്കാം. അപ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയറിന് അടുത്ത എക്സിന് ആദ്യം 1 കൊടുക്കുന്നു. അപ്പോൾ 1 സ്ക്വയർ ബൈ 2 1/2 മൈനസ് 1 ക്യൂബ് ബൈ 3 ദറ്റ് ഈസ് 1/3. 0 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയിപ്പോൾ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. 2 ഇൻറ്റു ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 മൈനസ് 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 ദറ്റ് ഈസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 3 minus 2 1. അപ്പോൾ 2 into 1 is 2/6 or this is equal to 1/3. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ നോക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു f1 ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു f1 ഓഫ് എക്സ് നമ്മൾ ചെയ്ത് തന്നെയാണ് 2 ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് ഓർ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റിയിട്ട് എഴുതുന്നു. 2നെ പുറത്ത് വെച്ച് പോയല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ആണ് വരിക. ദറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് എന്ന് വരും
dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? 2 ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 3/3 അല്ലെ, എക്സ് ക്യൂബ് ബൈ 3 വരും. എക്സ് റേസ് ടു 3നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? എക്സ് റേസ് ടു 4/4 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ഓർ ദിസ് ഇസ് 2 ഇൻറ്റു 1/3 മൈനസ് 1/4 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ 4 മൈനസ് 3 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 4 ദറ്റ് ഇസ് 12. ഓർ ദിസ് ഇസ് 2/12 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/6. അടുത്തത് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ കാണും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ ഇൻറ്റു F2 ഓഫ് വൈ dy അല്ലേ. അപ്പോൾ ഇവിടെ വൈൻ്റെ മാത്രം എക്സ്പെക്റ്റേഷനാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എക്സ് വരുന്നേ ഇല്ല. അപ്പോൾ വൈൻ്റെ കംപ്ലീറ്റ് റേഞ്ച് തന്നെ എടുക്കാം. ഇൻ്റഗ്രൽ 0 to 1 വൈ ഇൻറ്റു F2 ഓഫ് വൈ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായിരുന്നു? 2y എന്നായിരുന്നു. 2y dy എന്ന് വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 2നെ പുറത്തേക്ക് വയ്ക്കുക. ഇൻ്റഗ്രൽ 0 to 1 വൈ ഇൻറ്റു വൈ, ഇറ്റ് ഇസ് വൈ സ്ക്വയർ dy എന്നാണ് വരുന്നത്. ദറ്റ് ഈസ് 2 ഇൻറ്റു വൈ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. നമുക്ക് 2/3നെ ഒന്നിച്ച് വയ്ക്കാം. വൈ ക്യൂബിൽ എന്ത് ചെയ്യാം? 1 മൈനസ് 0 അല്ലേ, ദറ്റ് ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 2/3. ഇതുമാതിരി എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ നോക്കാം. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ വൈ സ്ക്വയർ ഇൻറ്റു F2 ഓഫ് വൈ dy എന്നാണ് വരുന്നത് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 വൈ സ്ക്വയർ ഇൻറ്റു 2y dy, വിച്ച് ഇസ് ഈക്വൽ ടു 2 പുറത്തേക്ക് വയ്ക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 വൈ സ്ക്വയർ ഇൻറ്റു വൈ, ദറ്റ് ഈസ് വൈ ക്യൂബ് dy എന്ന് വരും. ഓർ ദിസ് ഇസ് 2 ഇൻറ്റു, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലെ, വൈ ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? വൈ റേസ് ടു 4/4 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 2/4 ഇൻറ്റു 1 മൈനസ് 0, ദറ്റ് ഇസ് 2/4 അല്ലേ, വിച്ച് ഇസ് 1/2. അപ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങളെല്ലാം കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് റോ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനുള്ള ഫോർമുല. ഇവിടെ നമുക്ക് വാല്യൂസ് എല്ലാം കൊടുക്കാം. അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം കൊടുക്കുമ്പോൾ ഈ രൂപത്തിലാണ് കിട്ടുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 മൈനസ് 2/9 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/18 വരും ആൻഡ് റൂട്ട് ഓഫ് 1/18, ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/36 ഡിവൈഡഡ് ബൈ 1/18 ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 1/36 ഇൻറ്റു 18/1, വിച്ച് ഇസ് 18/36, ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/2. ഈ 1/2 എന്നുള്ളതാണ് നമുക്ക് എന്ത് വരുന്നത്? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് റോ വരുന്നത്. ഇനി നമുക്ക് കണ്ടീഷണൽ മീനും കണ്ടീഷണൽ വേരിയൻസ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടീഷണൽ PDF-കളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടീഷണൽ PDF, അത് ഞാൻ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്താണെന്ന് നോക്കാം. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ F1 ഓഫ് എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ 2 ആണ്, ഡിവൈഡ് ബൈ F1 ഓഫ് എക്സ് നമുക്ക് കിട്ടിയത് 2 ഇൻറ്റു 1 മൈനസ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് വരുന്നത്. അതുമാതിരി എഫ് ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറയുന്ന കണ്ടീഷണൽ PDF കൂടി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ F2 ഓഫ് വൈ, which is equal to f of x comma y is 2 divided by F2 of y is 2y, which is equal to 1/y. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കണ്ടീഷണൽ PDFs കിട്ടുന്നത്. അപ്പോൾ കണ്ടീഷണൽ PDF കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ കാണാം. കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്.
അപ്പോൾ എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ? അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ് കാണുന്നത്, ഗിവൺ ദ വാല്യൂ ഓഫ് വൈ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് എടുക്കുന്നു, എക്സ് ഇൻറ്റു നമ്മൾ PDF വരുന്നവിടെയാണ് നമ്മൾ കണ്ടീഷണൽ PDF കൊടുക്കാൻ പോകുന്നത്, dx. അപ്പം ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ dx ആണ് നമുക്ക് കൊടുക്കാൻ പോകേണ്ടത്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 എന്നാണ് നമ്മൾ റേഞ്ച് ഉള്ളത്. അപ്പം ഇവിടെ ഗിവൺ ദ വാല്യൂ ഓഫ് വൈ, വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എങ്കിൽ എക്സിൻ്റെ റേഞ്ച് എന്താ എടുക്കേണ്ടത്? 0 to y ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to y എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് 1/y dx അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1/y നമുക്ക് പുറത്തേക്ക് വയ്ക്കാം. അപ്പോൾ 1/y ഇൻറ്റു ഇൻ്റഗ്രൽ 0 to y എക്സ് dx എന്ന് വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 1/y ഇൻറ്റു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? x²/2 ബിറ്റ്വീൻ ലിമിറ്റ് 0 and y, ഓർ ദിസ് ഇസ് ഈക്വൽ ടു എക്സിന് നമുക്ക് റേഞ്ച് കൊടുക്കാം. എക്സിൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള y കൊടുക്കുമ്പം നമുക്ക് എന്ത് വരും? ഇവിടെ y²/2 എന്ന് വരും, -0 അല്ലേ. അപ്പോൾ വൈയും ക്യാൻസൽ ചെയ്താൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു y/2 എന്നാണ് വരുന്നത്. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് x² ഗിവൺ y കണ്ടുപിടിക്കാം, which is equal to integral over x² into f of x given y dx, which is equal to integral 0 to y by x² into 1/y dx, or that is equal to 1/y into x²നെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x³/3 between limits 0 and y, or this is equal to 1/y into എക്സിന് അതിൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള y കൊടുക്കുമ്പോൾ എന്ത് വരും? y³/3 -0 വരും, ഓർ ദിസ് ഇസ് ഈക്വൽ ടു y²/3. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x² ഗിവൺ വൈയും കിട്ടിക്കഴിഞ്ഞു. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷണൽ വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ ആണ് ഇവിടെ കാണുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x² ഗിവൺ വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ദ ഹോൾ സ്ക്വയർ അതാണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x² ഗിവൺ വൈ ഇസ് y²/3 minus expectation of x given by whole square is y/2 whole square, that is y²/3 minus y²/4, which is equal to 4y² minus cross multiply ആണ് 3y² divided by 12, or this is equal to y² divided by 12. ഇനി കാണേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ. ഇത് ശരിക്കും കാണുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്, വൈക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ ദ വാല്യൂ ഓഫ് എക്സ്. അതുകൊണ്ടാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആയതുകൊണ്ടാണ് ഇൻ്റഗ്രൽ ഓവർ വൈ എടുക്കുന്നത്. വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് dy ഇതാണ് വരേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വൈൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 എന്നാണ് റേഞ്ച്. ഇവിടെ എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വൈയുടെ റേഞ്ച് ഏതാ എടുക്കേണ്ടത്? x/1 ആണ് എടുക്കേണ്ടത്. ഇൻ്റഗ്രൽ x/1 y ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ നമുക്ക് കിട്ടിയത് 1 divided by 1 minus x ആണ്, dy എന്നാണ് വരുന്നത്. or this is equal to 1 divided by 1 minus xനെ നമുക്ക് പുറത്തേക്ക് വെക്കാം. വൈനെ മാത്രമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? y²/2 between limits x and 1, or this is equal to 1 divided by 1 minus x. ഇനി എക്സിന് വൈന് എന്ത് ചെയ്യാം? അതിൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1 കൊടുക്കാം, 1 മൈനസ് x², ലോവർ ലിമിറ്റ് ആയിട്ടുള്ള x കൊടുത്തു. അപ്പോൾ x² divided by 2 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 1 minus x² ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ദിസ് ഇസ് 1² minus x². അപ്പോൾ a² minus b² വന്നാൽ നമുക്ക് a minus b into a plus b എന്ന് എഴുതിക്കൂടെ? അതേപോലെ ഈ 1 minus x² ആൻസർ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 1 divided by 1 minus x ഇവിടെയുണ്ട്. 1 minus x²നെ a minus b into a plus b എന്ന രൂപത്തിൽ എഴുതാം, ഡിവൈഡ് ബൈ 2. ഇങ്ങനെ ഞാൻ എഴുതാൻ കാരണം ഈ 1 minus x ക്യാൻസൽ ആയിപ്പോൾ. ദിസ് ഇസ് ഈക്വൽ ടു 1 plus x/2 എന്ന് വരും. ഇതാണ് കണ്ടീഷണൽ മീൻ ഓഫ് വൈ ഗിവൺ എക്സ്, അല്ലെങ്കിൽ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് y² ഗിവൺ എക്സ് കണ്ടുപിടിക്കും അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു
integral over y square into f of y given x dy എന്ന് നമുക്ക് എഴുതാം, which is equal to integral y-യുടെ range x to 1 y square into 1 divided by 1 minus x dy എന്നാണ് വരുന്നത്. That is equal to 1 divided by 1 minus x-നെ പുറത്തേക്ക് വയ്ക്കാം. y square-നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? y cube divided by 3 എന്ന് വരും, between limits x to 1. Or this is equal to 1 divided by 1 minus x into y cube-ന് അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1 കൊടുക്കുമ്പോൾ 1 cube, that is 1, മൈനസ് വൈക്ക് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള എക്സ് കൊടുക്കുമ്പോൾ എക്സ് ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ ഇവിടെ 1 മൈനസ് എക്സ് ക്യൂബ് എന്നാണ് വന്നിരിക്കുന്നത്. ഓർ ദിസ് ക്യാൻ ബി 1 ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് എന്ന് നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ മറ്റൊരു റിസൾട്ട് നമ്മൾ നോക്കുകയാണ്. അതായത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് വരികയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെ നമുക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ എഴുതാം. അപ്പം അതേപോലെ 1 മൈനസ് എക്സ് ക്യൂബിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ദിസ് ഇസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു ഇവിടെ എയുടെ സ്ഥാനത്ത് 1ഉം ബിയുടെ സ്ഥാനത്ത് എക്സും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ മൈനസ് ബി എന്നുള്ള അവിടെ 1 മൈനസ് എക്സ്, എ സ്ക്വയർ 1 സ്ക്വയർ 1 ആണ്, എ ബി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എക്സ് ആണ്, ദറ്റ് ഇസ് എക്സ് പ്ലസ് ബി സ്ക്വയർ ദറ്റ് ഇസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 3. ഈ 1 മൈനസ് എക്സും 1 മൈനസ് എക്സും ക്യാൻസൽ ആയിപ്പോയി. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ റിസൾട്ടുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 3. അപ്പോൾ ഈ രൂപത്തിലാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ഗിവൺ എക്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ഗിവൺ എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ഗിവൺ എക്സ് എന്തായിരുന്നു? 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 3. മറ്റേത് എന്തായിരുന്നു? 1 പ്ലസ് എക്സ് ബൈ 2 ആണ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സ്. അത് രണ്ടും നമ്മളിവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 പ്ലസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. സോ ഇങ്ങനെയാണ് വരുന്നത്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 3 മൈനസ് ഇവിടെ 1 ഇതിനെ നമുക്ക് ആദ്യം സ്ക്വയർ ചെയ്യാം. അപ്പം 1 പ്ലസ് 2x പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയറും കൂടി ഉണ്ടാവും, ദറ്റ് ഇസ് 4. ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 പ്ലസ് ഇതിലത്തെ എല്ലാ ടേമിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് 4x സ്ക്വയർ അല്ലേ. പിന്നെ മൈനസ് ഉള്ളത്, അപ്പം -3. അപ്പം എല്ലാത്തിൻ്റെയും കൂടി മൈനസ് കൂടി വരും. അപ്പം 3 ഇൻറ്റു 1 ഇസ് 3, 3 ഇൻറ്റു 2x is 6x. അപ്പോൾ മൈനസ് ഉള്ളതുകൊണ്ട് -6x. 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് 3x സ്ക്വയർ. അപ്പോൾ -3x സ്ക്വയർ എന്ന് എഴുതാം, ഹോൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 വിച്ച് ഇസ് 12. ഓർ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ വരും, 4x സ്ക്വയർ മൈനസ് 3x സ്ക്വയർ -6x. ഇവിടെ ഒരു 4x ഉണ്ട്, ഇവിടെ 4x ദറ്റ് ഈസ് -2x. പിന്നെ വരും പ്ലസ് 4 മൈനസ് 3 വന്നിട്ട് 1 ഡിവൈഡ് ബൈ 2 ഇങ്ങനെ എഴുതാം. ഓർ what is x square minus 2x plus 1, that is x minus 1 whole square by 12 എന്ന് എഴുതാം. This is variance of y given x. ഇനി അടുത്തതായിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ ക്യൂബ് എന്നാണ്. അതായത് നമ്മൾ എക്സ് സ്ക്വയർ വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും മറ്റൊരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ കാണാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തുതന്നെയാണ്? ഇൻ്റഗ്രൽ ഓവർ എക്സ്, ഇൻ്റഗ്രൽ ഓവർ വൈ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ദറ്റ് ഈസ് എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 റേഞ്ചാണുള്ളത് അല്ലേ. എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഇൻ്റഗ്രൽ വരുന്നുണ്ടല്ലോ, അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റേഞ്ച് 0 to 1 എന്ന് കൊടുക്കണം. പിന്നെ ആദ്യം നമ്മൾ ചെയ്യുന്ന ഇൻ്റഗ്രൽ, അതായത് വൈ ആണ് ആദ്യം നമ്മളിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈൻ്റെ റേഞ്ച് എന്താ കൊടുക്കുന്നത്? പാർഷ്യൽ ആയിട്ടുള്ള റേഞ്ച് x to 1 എന്ന് കൊടുക്കണം. അപ്പോൾ x to 1 എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇൻറ്റു 2
ഡി എക്സ് ഡി വൈ എന്നാണ് എഴുതുന്നത്. 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്തേക്ക് നിർത്താം. ഇൻ്റഗ്രൽ 0 to 1 മനസ്സിലായി. എക്സ് സ്ക്വയറിനെ എനിക്ക് പുറത്തേക്ക് നിർത്താം കേട്ടോ. എക്സ് സ്ക്വയറും വൈ ഇല്ലാത്തതിന് ഇനി വൈൻ്റെ ഇൻ്റഗ്രൽ മാത്രം ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് ടു 1 വൈൻ്റെ ടേം ഏതാണ്? വൈ ക്യൂബ് ഡി വൈ ഡി എക്സ്. ബാക്കിയുള്ള ഡി എക്സ് ആണ്, അതിനെ പുറത്തേക്ക് എഴുതി. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈ റേസ് ടു 4/4 ബിറ്റ്വീൻ ലിമിറ്റ്സ് എക്സ് ടു 1 ഡി എക്സ് അല്ലേ. ഈ 2/4നെ ഞാൻ ഈ 2ൻ്റെ താഴേക്ക് കൊണ്ടുവരണം. അപ്പോൾ 2/4 ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു വൈ റേസ് ടു 4ൻ്റെ വൈക്ക് ആദ്യം അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുക്കണം. അപ്പോൾ 1 റേസ് ടു 4 വിച്ച് ഇസ് 1. പിന്നെ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള എക്സ് ആണ് വൈക്ക് കൊടുക്കുന്നത്. അപ്പോൾ എക്സ് റേസ് ടു മൈനസ് എക്സ് റേസ് ടു 4 എന്ന് വരും ഡി എക്സ് അല്ലേ. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2/4 എന്ന് പറഞ്ഞാൽ 1/2 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 നമുക്ക് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് റേസ് ടു 6 ഡി എക്സ് എന്നാണ് വരുന്നത്. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റേസ് ടു 6നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു 7/7 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സിന് 1 കൊടുക്കുമ്പോൾ 1/3 അതുമാതിരി ഇവിടെ 1 കൊടുക്കുമ്പോൾ 1/7 0 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ടേംസ് 0 ആയിപ്പോയി അല്ലേ. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് 7 - 3/21. ഓർ ദിസ് ഇസ് 4 by ഇവിടെ ഒരു 2 ഉണ്ട് 2 ഇൻറ്റു 21. ഓർ ദിസ് ഇസ് 2/21 ഇങ്ങനെ നമുക്ക് എഴുതാം. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതും എക്സിൻ്റെയും വൈൻ്റെയും ഒരു ഫംഗ്ഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ലാസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ് റേഞ്ച് കൊടുക്കുന്നു. ആൻഡ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വൈനെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് വൈക്ക് അതിൻ്റെ പാർഷ്യൽ ആയിട്ടുള്ള റേഞ്ച്. അപ്പോൾ വൈൻ്റെ റേഞ്ച് എക്സ് ടു 1 എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു ഡി എക്സ് ഡി വൈ. അപ്പോൾ 2നെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് വയ്ക്കാം. അപ്പം ഇൻ്റഗ്രൽ 0 to 1. ഇനി ഞാൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ടു 1 എക്സ് പ്ലസ് വൈ ഡി വൈ അവർ ഒന്നിച്ചെടുത്തു അല്ലേ. നമ്മൾ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1. അപ്പോൾ എക്സ് ഇസ് എ കോൺസ്റ്റൻറ്റ് പോലെയാണ്. ഇപ്പം നമ്മൾ ഇൻ്റഗ്രൽ ഓവർ വൈ ആണുള്ളത്. അപ്പോൾ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു വൈ എക്സ് വൈ പ്ലസ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വൈ സ്ക്വയർ ബൈ 2 എന്നാണ് വരുന്നത് ബിറ്റ്വീൻ ലിമിറ്റ്സ് എക്സ് ആൻഡ് 1 അല്ലേ. പിന്നെ ഡി എക്സ് എന്ന് വരും. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1. ഇനി നമ്മളിവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ വൈനാണ് ഞാൻ റേഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ വൈ വരുന്നവിടെ ഞാൻ ആദ്യം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1 കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു 1 ഇസ് എക്സ് പ്ലസ് 1 സ്ക്വയർ ബൈ 2 ദറ്റ് ഈസ് 1/2 മൈനസ് ലോവർ ലിമിറ്റായിട്ടുള്ള എക്സ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം വൈക്കാണ് എക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് വരുമല്ലോ. അപ്പോൾ അവിടെ എക്സ് സ്ക്വയർ പ്ലസ് ഞാൻ വൈക്ക് എക്സ് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരുന്നു ഡി എക്സ്. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് പ്ലസ് 1/2 മൈനസ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സാധനം എക്സ് സ്ക്വയർ, അതായത് 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ്. ദാറ്റ് ഈസ് 3/2 എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കിയാൽ മതി. 2 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? എക്സ് സ്ക്വയർ ബൈ 2 വരും അല്ലേ. പ്ലസ് 1/2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 1/2 എക്സ് അല്ലെങ്കിൽ എക്സ് ബൈ 2 എന്ന് പറയും അല്ലേ. പ്ലസ് ഇവിടെ മൈനസ് ആണ് വരുന്നത്. മൈനസ് 3/2 ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബിറ്റ്വീൻ ലിമിറ്റ് 0 and 1.
ഓർ ദിസ് ഇസ് ഈക്വൽ ടു നോക്കുമ്പോൾ ഇവിടെയും 2 ഉണ്ട്, ഇവിടെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിൽ 2 ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് മനസ്സിലായി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയും. ഈ എല്ലാ 2കളെയും ഈ 2നെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഉണ്ട് പ്ലസ് എക്സ് ഉണ്ട് മൈനസ് ഈ 3യും ക്യാൻസലാവും അല്ലേ. അപ്പോൾ നമുക്കിവിടെ എക്സ് ക്യൂബും ഉണ്ട്. ഇത് രണ്ടും ക്യാൻസലായി. അപ്പം എക്സ് ക്യൂബേ ഇവിടെ ബാക്കിയുള്ളൂ. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 to 1. അപ്പം എക്സ് സ്ക്വയറിന് അല്ലെങ്കിൽ എക്സിന് എന്ത് ചെയ്യാം, അതിൻ്റെ അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുക്കുക. അപ്പോൾ 1 സ്ക്വയർ ദറ്റ് ഇസ് 1 പ്ലസ് 1 മൈനസ് 1 വരും. 0 കൊടുത്താൽ കംപ്ലീറ്റ് 0 ആയിപ്പോയി അല്ലേ. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താ വരുന്നത്, നമുക്ക് 1 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്.